അഡ്വക്കേറ്റ് ഷാജഹാൻ, ഇന്നത്തെ പത്രങ്ങളിൽ വന്ന ചില തലക്കെട്ടുകൾ ഞാൻ വായിക്കാം. കൊട്ടേഷൻ സംഘങ്ങളെ തള്ളി വീണ്ടും കണ്ണൂർ CPM. പി ജയരാജനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ജില്ലാ സെക്രട്ടേറിയറ്റ്. പി ജയരാജനോട് ഇനി കമാന്നൊരക്ഷരം ഈ വിഷയത്തിൽ മിണ്ടരുത് എന്ന് പറഞ്ഞിരിക്കുക. രണ്ടാമത്തേത്, അതായത് മുഖ്യമന്ത്രിക്ക് AIYF-ൻ്റെ വിമർശനം, രക്ഷാപ്രവർത്തനം തിരിച്ചടിയായി, അങ്ങനെ ഒരു പരാമർശം നടത്തിയല്ലോ. മറ്റേ ഹെൽമെറ്റ് എടുത്തടിച്ചപ്പോൾ അത് രക്ഷാപ്രവർത്തനമായിട്ടാണല്ലോ പിണറായി കണ്ടത്. ആ പരാമർശം അത് തെറ്റായിപ്പോയി എന്ന് പറയുന്നു. CPM കോട്ടയം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ മുഖ്യമന്ത്രിക്കും MV ഗോവിന്ദനും വിമർശനം. മാത്രമല്ല, മന്ത്രിമാരായ വീണ ജോർജ്, MB രാജേഷ്, അതുപോലെ ധനകാര്യ മന്ത്രി KN ബാലഗോപാലിനെതിരെയൊക്കെ വിമർശനമുണ്ട്. ജില്ലാ കമ്മിറ്റികളെല്ലാം വിമർശിക്കുന്നു. അതുപോലെ CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLA-ക്കെതിരെ രൂക്ഷ വിമർശനം. മേയർ ബസ് തടഞ്ഞ സംഭവം നാണക്കേടായി എന്നൊക്കെയാണ് വിലയിരുത്തൽ. പ്രവർത്തന രീതിയിൽ മാറ്റം വേണമെന്നാണ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി. ശൈലി പോലും മാറ്റണമെന്നാണ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി വിമർശനം ഉയർന്നിരിക്കുന്നത്. നേരത്തെ തെറ്റുതിരുത്തും എന്നൊക്കെ പറഞ്ഞു മുഖ്യമന്ത്രി. അതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് പരാജയം നേരിട്ട സമയത്ത് 2019 തെരഞ്ഞെടുപ്പിൽ ഇതേപോലെ പരാജയം ഉണ്ടായപ്പോൾ, തിരിച്ചടി ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് എൻ്റെ ശൈലിയാണ്, അത് തിരുത്തൊന്നുമില്ല, പക്ഷേ ഇപ്പം മാറ്റം വരുത്തുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനായിട്ടുള്ള ഒരു ചെറുവിരൽ പോലും അനക്കുന്നത് നമ്മൾ കാണുന്നും ഇല്ല. ഈ ജില്ലാ കമ്മിറ്റികളിലെ വിമർശനങ്ങളെയൊക്കെ മുഖവിലക്ക് CPM സംസ്ഥാന നേതൃത്വം, അതുപോലെ മുഖ്യമന്ത്രി എടുക്കും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ, ശ്രീ ഷാജഹാൻ? അനിൽ, എനിക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. ഞാൻ അനിൽ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞതിന് ശേഷം അനിൽ ഉല്ലാസ് ബാബുവിനോട് ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. അത് സംബന്ധിച്ച് ചില നിരീക്ഷണങ്ങളും ഞാൻ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കാര്യം വളരെ വ്യക്തമാണ്. അനിൽ പറഞ്ഞതിൽ നിന്ന് ക്ലിയർ ആവുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഓൾറൗണ്ട് ആയിട്ടുള്ള വിമർശനം നടക്കുന്നു ഇപ്പോൾ. അത് CPM-നകത്ത് നടക്കുന്നു, CPM-ന് പുറത്ത് നടക്കുന്നു, CPI-യിൽ നടക്കുന്നു, AIYF-ൽ നടക്കുന്നു, NGO യൂണിയൻ്റെ സമ്മേളനങ്ങളിൽ പോലും നടക്കുന്നു. അപ്പോൾ എവിടെ നോക്കിയാലും പിണറായി വിജയൻ്റെ പ്രവർത്തന ശൈലിയെക്കുറിച്ചിട്ടുള്ള അതിശക്തവും അതിരൂക്ഷവുമായിട്ടുള്ള വിമർശനങ്ങൾ പാർട്ടിക്കകത്തും പാർട്ടിക്ക് പുറത്തും നടക്കുന്നു. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ വിമർശനം നടക്കുന്ന സ്ഥലങ്ങളിലൊന്നും പിണറായി വിജയൻ അനുകൂലമായി ഒരാൾ പോലും ഒന്നും പറയുന്നില്ല. അത് വളരെ നിർണായകമാണ്. കാരണം CPM-നകത്ത് ഇതിനു മുമ്പ് ധ്രുവീകരണങ്ങളുള്ള സമയങ്ങളിലൊക്കെ രണ്ടു ഭാഗത്തും ആളുകളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ രണ്ട് ഭാഗത്ത് ആളുകളിൽ, ഇപ്പോൾ പിണറായി വിജയൻ്റെ ഭാഗത്ത് ആരുമില്ല. മുഴുവൻ ആളുകളും വാളെടുക്കുന്ന മുഴുവൻ വെളിച്ചപ്പാടെന്ന് പറഞ്ഞതുപോലെ പിണറായി വിജയനെതിരാണ് മുഴുവൻ ആളുകളും. ഇപ്പം അനിൽ പറഞ്ഞതുപോലെ ഇപ്പോൾ കണ്ണൂർ എടുത്താലും, തിരുവനന്തപുരം എടുത്താലും, കോട്ടയം എടുത്താലും, CPI എടുത്താലും എല്ലാ വാദഗതികളും പിണറായി വിജയനെതിരെ, പിണറായി വിജയൻ്റെ പ്രവർത്തന ശൈലിക്കെതിരെ. കേന്ദ്ര കമ്മിറ്റിയും ഇന്ന് അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. 2019 നിന്നും വ്യത്യസ്തമായി പിണറായി വിജയൻ്റെ ശൈലി തെറ്റിപ്പോയി എന്നും ഭരണവിരുദ്ധ വികാരമുണ്ടായി എന്നുള്ള ഓൾറൗണ്ട് ആയിട്ടുള്ള വിമർശനങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു. ഈ വിമർശനങ്ങൾ തെറ്റുതിരുത്തലിലേക്ക് എത്തുമോ ഇല്ലയോ എന്നുള്ളത് പറയാറായിട്ടില്ല. പക്ഷേ തെറ്റുതിരുത്താനുള്ള ഒരു ശ്രമം ഇതിൽ അന്തർലീനമായിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇന്നിപ്പോൾ സെൻട്രൽ കമ്മിറ്റി കഴിഞ്ഞു, ഞാനത് വായിച്ചു. അവിടെയും ഇതേ സമീപനം തന്നെയാണ്. അതായത് ഭരണവിരുദ്ധ വികാരമുണ്ടായി, അടിസ്ഥാന വോട്ടുകൾ പോയി എന്നുള്ള നിലയിലാണ് അവരും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, 2-3 അല്ലെങ്കിൽ 1 മാസം മുമ്പ് വരെ ഒരു വിമർശനവും നേരിടാതിരുന്ന പിണറായി വിജയൻ ഇപ്പോൾ 100%, അതായത് വിമർശനം എടുത്തു നോക്കിയാൽ 100% പിണറായി വിജയൻ അനുകൂലം, വിമർശനം 0 എന്നായിരുന്നുവെങ്കിൽ ഇപ്പോൾ വിമർശനം 100-ഉം പിണറായി വിജയൻ വലിയൊരു വട്ട 0-വും എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അത് സ്വാഭാവികമായും ഒരു തെറ്റുതിരുത്തലിലേക്ക് പോകാതെ അത് അവസാനിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതാണ് അത് സംബന്ധിച്ചിട്ടുള്ള എൻ്റെ അഭിപ്രായം. രണ്ടാമത്തെ എൻ്റെ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം, അനിൽ പറഞ്ഞതും ഉല്ലാസ് ബാബു മറുപടി പറഞ്ഞതുമായിട്ടുള്ള കാര്യമാണ്. ഇതിൽ ഉല്ലാസ് ബാബു പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു വലിയ അഴിമതിയാണ്, ഇത് അന്വേഷിക്കാൻ സമയമെടുക്കും, തെളിവുകൾ ശേഖരിക്കേണ്ടി വരും, അതിന് സമയമെടുക്കും എന്നൊക്കെയാണ് ഉല്ലാസ് ബാബു പറഞ്ഞത്. പക്ഷെ ആ സമയമെടുക്കലൊന്നും കേരളത്തിൻ്റെ പുറത്ത് മറ്റു പലർക്കെതിരെ BJP സർക്കാർ നീങ്ങിയപ്പോഴൊന്നും കണ്ടില്ല.
തൊട്ടപ്പുറത്ത് പിന്നെ തമിഴ്നാട്ടിൽ സെന്തിൽ ബാലാജി എന്ന് പറഞ്ഞൊരു മന്ത്രിയെ അയാളുടെ മന്ത്രി ആഫീസിൽ കയറി വലിച്ചെഴച്ചു കൊണ്ടുപോയിട്ടാണ് ജയിലിലേക്ക് കൊണ്ടുവന്ന് കയറ്റിയത്. വലിച്ചെഴച്ചു കൊണ്ടുപോയി രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ. ഹേമന്ത് സോറൻ എന്ന് പറയുന്ന ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി ജനുവരി 31 മുതൽ ജയിലിലായിരുന്നു. കഴിഞ്ഞ ദിവസം ജാർഖണ്ഡ് ഹൈക്കോടതി പിന്നെ അയാൾക്കെതിരെ ഒരു തെളിവില്ല എന്ന് പറഞ്ഞിട്ട് അയാളെ പറഞ്ഞു വിട്ടു. അരവിന്ദ് കെജ്രിവാളിനെതിരെ തെളിവ് നൽകാൻ പറ്റാതെ ED കിടന്ന് ഇങ്ങനെ കയ്യും കാലും ഇട്ട് അടിക്കുകയാണ്. അത് മുതൽ കുറെ വർഷങ്ങൾക്ക് മുമ്പ് പി ചിദംബരത്തിന്റെ വീട്ടിൽ മതിൽ ചാടി CBI-ക്കാർ കടന്നത് ഉൾപ്പെടെ കണ്ടിട്ടുണ്ട് നമ്മൾ. അപ്പൊ തമിഴ്നാട്ടിൽ നമ്മളത് കാണുന്നു. ഈ പറഞ്ഞതുപോലെ വിശദമായിട്ടുള്ള തെളിവ് ശേഖരണവും ഇതൊന്നും തമിഴ്നാട്ടിൽ കാണുന്നില്ല. വിശദമായിട്ടുള്ള തെളിവ് ശേഖരണം ഡൽഹിയിൽ കാണുന്നില്ല. വിശദമായിട്ടുള്ള തെളിവ് ശേഖരണം ജാർഖണ്ഡിൽ കാണുന്നില്ല. വിശദമായിട്ടുള്ള തെളിവ് ശേഖരണം പിന്നെ പി ചിദംബരത്തിന്റെ വീട്ടിലേക്ക് പിന്നെ ചാടിക്കിടക്കുമ്പോൾ കാണുന്നില്ല. പക്ഷെ കേരളത്തിൽ വരുമ്പോൾ വളരെ മെറ്റിക്കുലസായി മാത്രമേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുമെന്നാണ് ഉല്ലാസ് ബാബുവും BJP നേതാക്കന്മാരും പറയുന്നത്. 21 മുതൽ തുടങ്ങിയതാണ് കരുവന്നൂർ ബാങ്ക് കൊള്ളയുമായിട്ടുള്ള അന്വേഷണം. മുഴുവൻ ജനങ്ങൾക്കും അറിയാം. കൊള്ളയുടെ പരകോടിയാണ് അവിടെ നടന്നത്. മുഴുവൻ ജനങ്ങൾക്കും അറിയാം. 2021 മുതൽ തുടങ്ങിയതാണ്. അനിൽ നമ്പ്യാരെ പറഞ്ഞതുപോലെ 2022 മറ്റോ ആണ് AC മൊയ്തീന്റെ 40 ലക്ഷം രൂപയുടെ സ്വത്ത് കണ്ടുകെട്ടിയത്. അതിൻ്റെ ഒരു അഡ്ജുഡിക്കേഷൻ ബോഡിയുണ്ട്. ആ അഡ്ജുഡിക്കേഷൻ ബോഡിയും ആ കണ്ടുകെട്ടിയത് ശരിയാണെന്ന് പിന്നെ ഓർഡർ ഇറക്കിയതാണ്. ജഡ്ജ്മെന്റ് വന്നതാണ്. ആ ജഡ്ജ്മെന്റ് വന്ന് ഒരു വർഷം കഴിഞ്ഞിട്ടും AC മൊയ്തീൻ പ്രതി പോലും ആകുന്നില്ല. MK കണ്ണനെ നിരന്തരം വിളിച്ച് ചോദ്യം ചെയ്യുന്നു. MM വർഗീസിനെ നിരന്തരം വിളിച്ച് ചോദ്യം ചെയ്യുന്നു. PK ബിജുവിനെ ചോദ്യം ചെയ്യുമെന്ന് പറയുന്നു. ഒരനക്കവും ഇല്ല. ഇപ്പൊ CPM-നെ പ്രതി ചേർത്തിരിക്കുന്നു. ഗൗരവമുള്ള കാര്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ CPM-നെ പ്രതി ചേർക്കാമായിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ്. ഇപ്പൊ പുതിയ രേഖയൊന്നും കിട്ടിയിട്ടല്ല CPM-നെ പിന്നെ പ്രതിയാക്കിയിരിക്കുന്നത്. CPM-നെ പ്രതിയാക്കിയതിനകത്ത് ഒരുപാട് പ്രത്യാഘാതങ്ങളുണ്ട്. അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ പ്രത്യാഘാതത്തിന്റെ കാരണക്കാരൻ അനിൽ അക്കരെ എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാവാണെന്ന് ഉല്ലാസ് ബാബുവിനെ പോലുള്ളവർ മനസ്സിലാക്കിക്കോണം. അനിൽ അക്കരെയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് CPM-ന്റെ അംഗീകാരം റദ്ദാക്കണമെന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്തത്. ആ പരാതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്തു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താൻ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു. ക്രൈംബ്രാഞ്ച് അനിൽ അക്കരെ വിളിച്ച് കഴിഞ്ഞ ദിവസം മൊഴിയെടുത്തിട്ടുണ്ട്. അത് അനിൽ അക്കരയുടെ ഇനിഷ്യേറ്റീവ് കൊണ്ടാണ്. BJP ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കരുവന്നൂർ കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഇനിഷ്യേറ്റീവ് എന്തുകൊണ്ട് ഇലക്ഷന് മുമ്പ് നടത്തിയില്ല? പുതിയ ഒരു തെളിവും കിട്ടിയിട്ടില്ല. നേരത്തെ ഉള്ള തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് CPM-നെ ഇപ്പം കക്ഷി ചേർത്തിരിക്കുന്നത്. അപ്പൊ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്താതിരുന്ന എന്തുകൊണ്ടാണ്? തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് ഇത് CPM-മായി ഡീല് നടത്താനുള്ള ഒരു ഉപകരണമായിരുന്നു. ഇതാ ഞങ്ങളുടെ ഇതുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു സീറ്റ് വേണം എന്നുള്ള നിലയിൽ ഡീല് നടത്തുക എന്നുള്ളതായിരുന്നു പ്രധാനം. ഇപ്പൊ എന്താ സംഭവിച്ചത്? ഇനിയിപ്പോ ഡീലിന്റെ ഒന്നും ആവശ്യമില്ല. സീറ്റ് കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞു. CPM-ന്റെ വോട്ട് ബാങ്കിലേക്ക് പിന്നെ BJP കടന്നു കയറി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ ഡീലിന്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ഗൗരവത്തിലേക്ക് പോയിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിൽ വരുമ്പോൾ മെറ്റിക്കുലസും സുതാര്യവുമായിട്ടുള്ള അന്വേഷണം. തമിഴ്നാട്ടിൽ ചെന്ന് മന്ത്രിയെ വലിച്ചഴിച്ചുകൊണ്ട് പോകുമ്പോഴും ജാർഖണ്ഡ് മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുമ്പോഴും ഒന്നും ഈ തരത്തിലുള്ള മെറ്റിക്കുലസ് അന്വേഷണങ്ങൾ കാണുന്നില്ല. അപ്പൊ ഇലക്ഷന് മുമ്പ് പിണറായിയെ താങ്ങിയാലും വേണ്ടില്ല കോൺഗ്രസ് മുക്ത കേരളം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. അത് പൊളിഞ്ഞു. ഇപ്പൊ കോൺഗ്രസ് അവിടെ തന്നെ ഉണ്ടെന്ന് മനസ്സിലായി. CPM-നെ പൊളിക്കാനാണ് ശ്രമം എന്ന് മനസ്സിലായി. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഇറങ്ങി. എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. കരുവന്നൂർ ബാങ്ക് കൊള്ള എന്ന് പറയുന്നത് ഏറ്റവും വലിയ കൊള്ളയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ ഒത്തുകളിക്ക് പോകാതെ, പിണറായി വിജയനെ തഴുകാൻ പോകാതെ ശരിയുടെ കൂടെ നിന്നാൽ അത് നടപടിയെടുക്കുന്നവർക്ക് ഗുണമായിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. CPM-നെ സംബന്ധിച്ചിടത്തോളം അനിലെ ഞാൻ ഒരു 2-3 വാചകം പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചോളാം. CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ന് ഇനി പിടിച്ചിരിക്കൽ വലിയ ബുദ്ധിമുട്ടാണ്. അത് കണ്ണൂരുണ്ടാകുന്ന സംഭവങ്ങളിൽ നിന്ന് അതാണ് കാണുന്നത്. എല്ലാ ജില്ലയിലും ഉണ്ടാകുന്ന സംഭവങ്ങളിൽ നിന്ന് അതാണ് കാണുന്നത്. കരുവന്നൂരിൽ നിന്നും അതാണ് കാണുന്നത്. അതുകൊണ്ട് CPM പിണറായിക്ക് മുമ്പ് പോകുമോ അതോ പിണറായിക്ക് ശേഷം CPM പോകുമോ എന്നുള്ളത് മാത്രമേ എന്നെ സംബന്ധിച്ച് സംശയമുള്ളൂ.
ഇപ്പൊ അനിലക്കര കൊടുത്തിരിക്കുന്ന CPM-ന്റെ അംഗീകാരം റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനിലക്കര കൊടുത്തിരിക്കുന്ന പരാതി വളരെ ഗൗരവമുള്ളതാണ്. PMLA ആക്ട് പ്രകാരം പാർട്ടിയെ പ്രതി ചേർക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പാർട്ടി അവരുടെ അനിൽ പറഞ്ഞതുപോലെ ആ ലോക്കൽ കമ്മിറ്റി ഓഫീസ് പണിയാൻ വേണ്ടിയിട്ട് മണി ലോണ്ടറിങ് കള്ളപ്പണം ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത അസന്നിഗ്ധമായിട്ടുള്ള തെളിവുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മുന്നിലുണ്ട്. അവരുടെ കയ്യിൽ രേഖകളുണ്ട്, തെളിവുകളുണ്ട്. ഇനിയെങ്കിലും പിണറായിയെ തഴുകാതെ സത്യം സത്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവർ നടത്തിയാൽ അത് നല്ലത് എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളൂ. ഉല്ലാസ് ബാബു. അനിൽ നമ്പ്യാർ, എനിക്ക് ചോദിക്കേണ്ട, എനിക്ക് ഈ ഷാജഹാൻ പറഞ്ഞ കാര്യങ്ങളോട് മറുപടി പറയാമല്ലോ. CPIM എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടന ഷാജഹാന്റെ മനസ്സിലുള്ള ആഗ്രഹത്തിനനുസരിച്ച് ഇനി പ്രവർത്തിക്കോ ഇല്ലയോ എനിക്ക് ഉത്തരം പറയാൻ സാധിക്കില്ല. കാരണം ഒരു കാര്യം സംശയലേശം എന്ന് പറയാം, BJPക്ക് പിണറായി വിജയനെ തഴുകൊണ്ട് BJP കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഹകരണത്തിന് നിൽക്കുന്നു എന്ന് നിങ്ങൾ ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു ജനങ്ങൾ അരിയാഹാരം കഴിക്കുന്നവർ ചിന്തിക്കും. നിങ്ങൾ നോക്ക്, ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ട് അതിനകത്ത് തെരഞ്ഞെടുപ്പിൽ ജയിച്ചവർ അവിടെ പോയി ഒരുമിച്ച് നിന്ന് BJPയെ ആക്രമിച്ചിട്ട് ഞങ്ങൾ ഇവർക്ക് സപ്പോർട്ട് ചെയ്യാണ് എന്ന് പറഞ്ഞാൽ എന്ത് നാണം കെട്ട വർത്തമാനാണത്. പിന്നെ ED ഒരു വിഷയം അന്വേഷിക്കുമ്പോൾ ED എങ്ങനെ അന്വേഷിക്കണം, ഏതന്വേഷിക്കണമെന്ന് CPM ഷാജഹാനെ ഷാജഹാൻ അരി കഴിക്കുന്നുണ്ടോ, അരിക്ക് അപ്പുറം കഴിക്കുന്നുണ്ടോ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ആ മാന്യത കേട്ടിരിക്കാനുള്ള മാന്യത കാണിക്കണം. എല്ലാ മറ്റേ പരിപാടിയിലും വന്നിട്ട് കൈയിട്ട് ഇങ്ങനെ ഇളക്കണമെന്ന് വെച്ചാൽ ഷാജഹാൻ അവിടെ കൈവച്ചാൽ മതി. ഞാൻ പറയുമ്പോ ഷാജഹാൻ ഇപ്പൊ പറയേണ്ട കാര്യമില്ല, താങ്കൾ പറയുമ്പോൾ ഞാനും ഇടപെട്ടിട്ടില്ല. പിന്നെ താങ്കൾക്ക് തൊള്ള തോന്നിയത് മുഴുവൻ വിളിച്ചു പറയാനുള്ള രാഷ്ട്രീയ സംഘടനയാണ് BJP എന്ന് ഷാജഹാനും ധരിക്കേണ്ട. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ED ഒരു കേസ് എടുക്കുന്ന സമയത്ത് ED ഒരു കേസ് നടത്തുമ്പോ ഇന്ന മാതിരി ചെയ്യണമെന്ന് BJP പാർട്ടി ഓഫീസ് നല്ലാനും നമ്പ്യാരെ എഴുതി കൊടുക്കാം. മനസ്സിലാവുന്നുണ്ടോ? ED എന്ന് പറയപ്പെടുന്ന ഏജൻസി വളരെ കൃത്യമായി കൊണ്ട് തന്നെ പ്രവർത്തനം നടത്തുന്നു. കരിവന്നൂർ നടത്തിയിട്ടുള്ള സകലവിധ തട്ടിപ്പ്, കരിവന്നൂർ മാത്രമല്ലെന്ന് ഈ കോൺഗ്രസ് നേതാക്കന്മാർ നടത്തിയിട്ടുള്ള തട്ടിപ്പടക്കം, ഈ കോൺഗ്രസ് നേതാക്കന്മാർ നേതൃത്വം കൊടുക്കുന്ന സഹകരണ സംഘങ്ങളും ഇടതുപക്ഷ നേതാക്കന്മാർ നേതൃത്വം കൊടുക്കുന്ന സഹകരണ സംഘങ്ങളിലും നിരവധി തട്ടിപ്പുകൾ ഇവർ നടത്തിയിട്ടുണ്ട്. ആ തട്ടിപ്പുകളെ കുറിച്ചൊക്കെ കരുവന്നൂർ മാത്രമല്ല അതിന്റെ അപ്പുറത്തേക്കും സഹകരണ സംഘങ്ങളിൽ നടപടി ചെമ്മാടിത്തരം കാണിച്ചവർക്ക് നേരെയുള്ള അന്വേഷണം ഉണ്ടാവും. ആ അന്വേഷണത്വം ഇന്ന മാതിരി തന്നെ പോകണമെന്ന് പാർട്ടി ഓഫീസിൽ നിന്ന് CPM പോലെ, ഈ ഷാജഹാൻ പണ്ടുണ്ടായിരുന്ന CPM പോലെയല്ല ശൈലി. അത് ഏജൻസി നടപ്പിലാക്കേണ്ടത് ഏജൻസി കൃത്യമായി നടപ്പിലാക്കും. ഞങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങളോട് സംവദിക്കാനുള്ള കാര്യങ്ങൾ കൃത്യമായി ഈ തെരഞ്ഞെടുപ്പിൽ സംവദിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ തൃശ്ശൂരിൽ ജയിച്ചതും ഞങ്ങൾ ഈ നാട്ടിൽ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചതും. ഒരു സംശയവും വേണ്ട. ED നടത്തുന്ന നടപടികൾ കൃത്യവും. ആരാ കരുവന്നൂർ വിഷയം പുറത്തു കൊണ്ടുവന്ന ഷാജഹാനെ? ആരാ അതിനുവേണ്ടി ജനങ്ങളുടെ ഒപ്പം സമരം ചെയ്ത ഷാജഹാനെ? ആരാ അതിനുവേണ്ടി മുൻകൈയെടുത്ത് പ്രവർത്തിച്ച് ഈ കേരളത്തിലെ കരുവന്നൂർ വിഷയത്തിൽ മുൻകൈയെടുത്ത് പ്രവർത്തിച്ചത് BJP ആണ്. മറ്റു മാന്യന്മാരൊക്കെ അവിടെ സ്വന്തം സംവിധാനത്തിലും ഈ പ്രശ്നമുള്ളത് കൊണ്ട് തിരിഞ്ഞു നിന്നവരാണ്. ആ സമയത്ത് തെരുവിലിറങ്ങി പണിയെടുത്തത് BJP ആണ്. ജനങ്ങൾക്കൊപ്പം നിന്നത് BJP ആണ്. ഇന്ന് ED നടപ്പിലാക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും സസൂക്ഷ്മം തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ മറ്റു രാഷ്ട്രീയ സംഘടനയോട് യാതൊരുവിധ തരത്തിലുള്ള ലീനൻസിയും ഒരു ഏജൻസിയും കാണിക്കരുത് എന്നുള്ള അഭിപ്രായത്തിൽ തന്നെ അതിന് ഞങ്ങളും വാച്ച് ചെയ്യുന്നുണ്ട്. ഒരു സംശയവും വേണ്ട. ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടനയുടെയും വലതുപക്ഷ രാഷ്ട്രീയ സംവിധാനത്തിന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന ഈ സാധാരണക്കാരന്റെ നെഞ്ചത്ത് കയറിയുള്ള ചതിക്കലും പറ്റിക്കലും വഞ്ചിക്കലും ഉണ്ടല്ലോ, അതിന് നേരെ ഞങ്ങൾ കൃത്യമായിട്ടുള്ള നടപടിയുമായി മുന്നോട്ട് പോകും. അവിടെ ഏജൻസികൾ വീഴ്ച വരുത്തിയാൽ ആ ഏജൻസികളെ നടത്തിയ വീഴ്ചയെ ശക്തമായി പ്രതിരോധിക്കാനും ഞങ്ങളുണ്ടാവും. അല്ലാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയും നിങ്ങൾ പ്രവർത്തിക്കുന്ന പോലെയും BJP പ്രവർത്തിക്കണമെന്ന് ഷാജഹാൻ ഒരു കാരണവശാലും അറിയാത്ത വഴി വെറുതെ അങ്ങ് വലിച്ചിടേണ്ട ഷാജഹാൻ. അത് നിങ്ങൾക്ക് ചേർന്നതല്ല. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് തന്നെ. ഓക്കെ, ഷാജഹാൻ പറയൂ. ഒരു 2 മിനിറ്റ് അനിലെ 2 മിനിറ്റ്. അനിലെ, ഞാൻ ഈ അനിൽ ചോദിച്ച ചോദ്യമാണ് ഈ നേതാവിനോട് ചോദിച്ചത്. പക്ഷെ ഈ നേതാവിന് ഈ CPM-ന്റെ ചില സ്വഭാവങ്ങൾ തലയ്ക്ക് പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതാണ് അയാളുടെ ഒരു അരഗൻസ്, അയാളുടെ ഒരു അസഹിഷ്ണുത, അതൊക്കെ കാണിക്കുന്നതാണ്. അയാൾ എന്നെന്തോ വിരട്ടാൻ നോക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു.
ഞാൻ കഴിഞ്ഞ 2.5 വർഷക്കാലമായി പിണറായി വിജയനെതിരെ സമരം ചെയ്യുന്ന ആളാ. എന്നെ വരട്ടാനൊന്നും നോക്കരുത്. അതൊന്നാമത്തെ ഞാൻ ആവശ്യത്തിന് സമയം തരും. അദ്ദേഹം ഒന്ന് പൂർത്തിയാക്കി. രണ്ടാമത്തെ കാര്യം, വളരെ മാന്യ ഞാനൊന്ന് പറയട്ടെ. കഴിഞ്ഞോ? യെസ്, കഴിഞ്ഞോ? ഞാൻ അനിൽ ചോദിച്ച ചോദ്യം തന്നെ ഒന്ന് വിശദീകരിക്കുകയാണ് ഞാൻ ചെയ്തത്. ഞാനൊന്ന് അല്ലല്ലോ ഷാജഹാനെ, 5 മിനിറ്റ് മിണ്ടാതിരിക്കുകയാണെങ്കിൽ ഞാൻ പറയാം. അല്ല, അഡ്വക്കേറ്റ് ഉല്ലാസ് 1 മിനിറ്റ് അദ്ദേഹം ഒന്ന് പറയട്ടെ പ്ലീസ്. അല്ല ശ്രീ അനിൽ നമ്പ്യാർ, നിങ്ങൾ ആ പറഞ്ഞ വാക്ക് തെറ്റല്ലേ? അനിൽ നമ്പ്യാർ ചോദിച്ച ചോദ്യം തന്നെ ഞാൻ അനിലിനോടാ ചോദിക്കുന്നത്. എന്റെ ചോദ്യം ഞാൻ പറഞ്ഞു. അനിൽ ചോദിച്ച ചോദ്യം പിണറായി വിജയന്റെ ഉദാഹരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് അല്ല, ഇത് എന്താണ് ഇയാൾക്ക് പറ്റുന്നത്? ഏത് പ്രേതമാണ് ഇയാളെ ബാധിച്ചത്? ഷാജഹാന്റെ ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞോളൂ താങ്കൾ, പ്ലീസ്. താങ്കൾ പറയൂ. ഇറങ്ങി പോവാനില്ല. ഇല്ല, വേണ്ട. ഉല്ലാസ് ബാബു ഒന്ന് ഉല്ലാസ് ബാബു ഒന്ന് സഹകരിക്കുക പ്ലീസ്. അദ്ദേഹം പറയട്ടെ. മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്ത് പ്ലീസ്. ഇല്ല, ഉല്ലാസ് ബാബു സഹകരിക്കും. അപ്പൊ ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞത് മുഴുവൻ ഉദാഹരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ ഉദാഹരണങ്ങളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് മറുപടി കിട്ടണം. ഇത്രയാണ് ഞാൻ പറഞ്ഞത്. ആ ഉദാഹരണങ്ങളിലെല്ലാം മാറ്റി വെച്ചിട്ട് ചുമ്മാ കിടന്ന് വരട്ടാൻ വന്നാലൊന്നും ഇത് എപ്പോൾ വേണേലും ജീവൻ പോകാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ പിണറായി വിജയന്റെ വാൾമുനയുടെ കീഴിൽ ജീവിക്കുന്ന ഞങ്ങളെയൊക്കെ കൈയും കാലും ഒക്കെ എടുത്ത് വരട്ടാൻ വന്നാൽ ഇത് വല്ലതും നടക്കുമോ? ഇത് പിന്നെ പ്രകാശ് ബാബു എന്ന് പറഞ്ഞ ഈ പുത്തൻകൂറ്റ് നേതാവ് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ചോദിക്കട്ടെ, അനിൽ തന്നെ പറഞ്ഞെന്താ? അനിൽ തന്നെ ഈ ചോദ്യം ചോദിക്കാൻ ഇടയായത് എന്തുകൊണ്ടാ? ഈ യൂട്യൂബ് നമ്മുടെ ഈ പരിപാടി കാണുന്ന പ്രേക്ഷകർ അവർ ചോദിച്ച ചോദ്യമല്ലേ അനിൽ ചോദിച്ചത്, അല്ലാതെ അനിൽ സ്വന്തമായിട്ട് ചോദിച്ച ചോദ്യമല്ലല്ലോ. അപ്പൊ അവർക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ സംശയങ്ങൾ ഉണ്ടായത്? ആ സംശയങ്ങളല്ലേ ഇവിടെ അനിൽ പ്രകടിപ്പിച്ചത്. അത് എൻ്റേതായിട്ടുള്ള ശൈലിയിൽ, എൻ്റേതായിട്ടുള്ള ഭാഷയിൽ, പിന്നെ ഉദാഹരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയല്ലേ ഇവിടെ പറഞ്ഞത്. ആ ഉദാഹരണങ്ങളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് മറുപടി തരൂ. ആ മറുപടി തരുന്നതിന് പകരം ഇതെന്തുവായത്? ഇത് ആർക്കും ആരെയൊന്നും വരട്ടാൻ പറ്റുന്ന സാഹചര്യമല്ല സുഹൃത്തെ കേരളത്തിൽ. എനിക്ക് നിങ്ങളെ വരട്ടാൻ പറ്റില്ല, നിങ്ങളും അംഗീകരിക്കില്ല. അതുകൊണ്ട് ഇതൊക്കെ ജനങ്ങളുടെ ഇടയിലുള്ള സംശയങ്ങളാണ്. ഇത് BJP-ക്കാർക്കും വലിയ തോതിലുള്ള സംശയങ്ങൾ ഇതിനകത്തുണ്ട്. ആ സംശയങ്ങൾ ഒന്ന് തിരുത്തി കൊടുത്താൽ നിങ്ങൾക്ക് കൊള്ളാം. സത്യം ജയിക്കണമെന്നേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പറഞ്ഞത് മുഴുവൻ പച്ചയായ ഉദാഹരണങ്ങളാണ്. ആ ഉദാഹരണങ്ങളിലൂടെ എന്നെ നിശബ്ദനാക്കാൻ ശ്രമിക്കുന്നതിന് പകരം കൈയും കാലും കാണിക്കുകയും വരട്ടുകയോ ഒന്നും ചെയ്താൽ അതൊന്നും ഉല്ലാസ് ബാബു വിലപ്പോവില്ല എന്ന് മാത്രമേ എനിക്കിപ്പോൾ ഇവിടെ പറയാനുള്ളൂ. യെസ്, ശ്രീ ഹരിദാസ്, പിണറായിയെ ഒന്ന് അകത്തായി കാണാൻ ആഗ്രഹിക്കുന്ന CPM-കാരും ഉണ്ട്. അവരുടെ എണ്ണവും കൂടി വരികയാണെന്നാണ്. കാരണം ഇതിലുള്ള കമൻസും അങ്ങനെയാണ്. ഞാൻ CPM-കാരനാണ്, ഈ പാർട്ടി രക്ഷപ്പെടണമെങ്കിൽ ഇദ്ദേഹം അകത്തോട്ട് പോകണം എന്ന് പറയുന്നുണ്ട്. അതിന് എത്രയും പെട്ടെന്ന് കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ ഉണ്ടാകണം എന്ന പരാമർശങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ അഡ്വക്കേറ്റ് ഷാജഹാൻ പറഞ്ഞത് എന്തായാലും ഒരു തിരുത്തൽ ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനെ തിരുത്താൻ കെൽപ്പുള്ള, തിരുത്താൻ ആർജവമുള്ള ഏത് നേതാവ് CPM-ലുണ്ട്, ഏത് നേതാവ് ഇടത് മുന്നണിയിൽ ഉണ്ട്? അപ്പോൾ പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു പ്രതീക്ഷയ്ക്കുള്ള വകയില്ല. കാരണം ഞാനൊരു പൊളിറ്റിക്കൽ ഒപ്റ്റിമിസ്റ്റ് അല്ല, എനിക്കൊരു ശുഭാപ്തി വിശ്വാസമുള്ളൊരു വ്യക്തിയല്ല. കേരളത്തിൻ്റെ കഴിഞ്ഞ കൊല്ലത്തൊരു 20 വർഷത്തെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ രാഷ്ട്രീയത്തെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനൊരു തിരുത്തലൊന്നും ഉണ്ടാവില്ല. കാരണം തിരുത്തപ്പെടാൻ ഒരുപാടുണ്ട്. ഇപ്പോൾ തിരുത്താൻ 1-2 തെറ്റുകളായിരുന്നുവെങ്കിൽ അത് തിരുത്തപ്പെടേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതല്ല. എവിടെ നിന്ന് തിരുത്തും അനിൽ നമ്പ്യാർ? എവിടെ നിന്നാണ് തിരുത്താനല്ലാതെ മറ്റൊന്നുമില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അടിത്തറ ഇളകിയ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും പിന്നീട് പുരോഗമിച്ചതായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കില്ല. അപ്പോൾ പൂച്ചയ്ക്ക് ആര് മണി കെട്ടും? പിന്നെ ഇപ്പോൾ താങ്കളുടെ യൂട്യൂബിൻ്റെ ചാറ്റ് റൂമിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ പറയുന്നില്ലേ? ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്,
പൊത്തിൻ്റെ ഉള്ളിൽ കോലിട്ട് ഇളക്കിയാൽ ചേരയും കടിക്കും. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ജനങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. അത് ജനങ്ങളുടെ ആഗ്രഹമാണ്. ആ ജനങ്ങളുടെ ആഗ്രഹത്തിനപ്പുറം ഇതിൻ്റെ ഒരു പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് ഒറ്റ ചോദ്യമുള്ളൂ: ആരാണ് പൂച്ചയ്ക്ക് മണി കെട്ടുക? ഒരാളും പൂച്ചയ്ക്ക് മണി കെട്ടില്ല. ഞാൻ ഈ ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് വരുന്ന വാർത്തകളൊക്കെ അർദ്ധസത്യങ്ങളായിട്ട് മാത്രം വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അവിടെ അത് പറഞ്ഞു, ജില്ലാ കമ്മിറ്റിയിൽ ഇത് പറഞ്ഞു. നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത്? കാരണം അദ്ദേഹത്തിനൊരു കൂസലുമില്ല. അദ്ദേഹം തിരുത്തിയാൽ ഈ പാർട്ടി തിരുത്തപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും എനിക്കില്ല. ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി തിരുത്താൻ തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തിരുത്തപ്പെടും. അതിന് ഈ ബിനോയ് വിശ്വത്തിൻ്റെ ഈ ചെങ്കൊടിക്ക് കീഴെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന് പോലൊരു കേസ് വന്നത് അങ്ങേയറ്റം അപലപനീയമായി എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. പിണറായി വിജയൻ ഇപ്പം എങ്ങനെയാണ് കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയത്തിന് ഒരു അറുതി വന്നിരിക്കുന്നത്? അദ്ദേഹം അതിന് മുൻകൈ എടുത്തു. അദ്ദേഹത്തിന് അതിനുള്ള ത്രാണിയുണ്ട് എന്നല്ല. നേരത്തെ കാനം രാജേന്ദ്രൻ CPI സംസ്ഥാന സെക്രട്ടറി ആയ സമയത്തും ഇതുപോലെ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ശ്രീ ഹരിദാസ് അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. പക്ഷേ കാനത്തെ പിന്നീട് നിശബ്ദനാക്കാൻ പിണറായി ഇറക്കിയ കാർഡ് എന്താണെന്ന് താങ്കൾക്കറിയാലോ. ഞാനത് പറയുന്നില്ല. അദ്ദേഹം അന്തരിച്ചൊരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പിണറായി എന്ത് വെച്ചാണ് കാനത്തെ നിശബ്ദനാക്കിയതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ താങ്കളോട് ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, MN ഗോവിന്ദൻ നായർ സ്മാരകത്തിൽ നിന്നും ബിനോയ് വിശ്വം AKG സെന്ററിന്റെ ചവിട്ടുപടിയിൽ എത്തിയാൽ തീരാവുന്ന വാഗ്ധോരണി മാത്രമേ അദ്ദേഹം ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളൂ. അതിനപ്പുറമുള്ള ഈ CPI എന്ന് പറയുന്ന പാർട്ടിയുടെയൊക്കെ അവസ്ഥ എന്താണ് അനിൽ നമ്പ്യാർ? അവർക്കൊക്കെ ഇത്തിൽക്കണ്ണികളല്ലേ? എവിടെയെങ്കിലും കടിച്ചു തൂങ്ങി നിൽക്കാതെ എങ്ങനെയാണ് ആ പാർട്ടിയൊക്കെ മുൻപോട്ട് പോകുക? CPM എന്ന് പറയുന്ന ഒരു വൻ വടവൃക്ഷത്തിൻ്റെ മുകളിൽ തികച്ചും പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു ഇത്തിളാണ് ഈ CPI എന്ന് പറയുന്ന പാർട്ടി. അപ്പോൾ CPM-നെ മുഷിപ്പിച്ചുകൊണ്ട് നാളെ ഞാൻ എൻ്റെ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയാൻ ബിനോയ് വിശ്വത്തിനാവില്ല. ഞാൻ എന്നോട് ചോദിച്ച ചോദ്യമല്ലെങ്കിലും അനിൽ നമ്പ്യാരുടെ സമ്മതത്തോടു കൂടിയിട്ട് ശ്രീ ഉല്ലാസ് ബാബുവിനോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാതിരിക്കാൻ നിർത്തിയില്ല. ശ്രീ ഉല്ലാസ് ബാബു, തികച്ചും ജനങ്ങൾക്കിടയിൽ ഒരു അന്തർധാര BJP-യും CPM-ഉം തമ്മിൽ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളത് BJP-ക്കാർക്ക് തന്നെ സംശയമുണ്ട്. കാരണം ഒരുപാട് BJP സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ച ചോദ്യമാണിത്. താങ്കൾ ഈ ചാനൽ ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്നതല്ലേ, താങ്കൾക്ക് ഇതിൻ്റെ ഉള്ളുകളിയൊക്കെ അറിയില്ലേ? എന്തായി ശ്രീ ഉല്ലാസ് ബാബു? ഖുറാനിൽ സ്വർണം കടത്തി, ഡോളർ കടത്തി, ഈത്തപ്പഴത്തിലെ സ്വർണം കടത്തി, ഡോളർ കടത്ത്. ഇവിടുന്ന് സ്വപ്ന സുരേഷ് പറയുകയാണ്, ഒരു ബാഗ് ഡോളറുമായിട്ട് ഞാൻ ദുബായിലേക്ക് പോയത് പിണറായി വിജയൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു, അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് കൊണ്ടുപോയത്. ബിരിയാണി ചെമ്പിലെ സ്വർണം ദുബായ് കോൺസുലേറ്റിൽ നിന്ന് മറ്റേ പിണറായി വിജയൻ്റെ ക്ലിഫ് ഹൗസിലേക്ക് കൊണ്ടുപോയി. CMRL കേസ് എന്തായി? 1.72 കോടി രൂപ വീണ വിജയൻ എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ മകള് കൈപ്പറ്റിയതിന് എന്താണ് ഇവിടെ എന്ത് നടപടിയാണ് എടുത്തിരിക്കുന്നത്? എനിക്കത് ചോദിക്കാനുള്ളത് വ്യക്തിപരമായിട്ടാണ്. MK ഹരിദാസ് എന്ന് പറയുന്ന വ്യക്തി 2009 സമർപ്പിച്ച IT റിട്ടേണിൽ എൻ്റെ മെൻറ്റർ അദ്ദേഹത്തിൻ്റെ വീട് പണിക്ക് വേണ്ടിയിട്ട് അയച്ചു തന്നൊരു 3.5 ലക്ഷത്തിൻ്റെ കണക്ക് കാണിച്ചില്ല. താങ്കൾക്കറിയോ, ഈ എറണാകുളത്തെ IT ഓഫീസിലേക്ക് 11 പ്രാവശ്യമാണ് എന്നെ നടത്തിച്ചിരിക്കുന്നത്. 3.5 ലക്ഷത്തിൻ്റെ കണക്ക് കാണിക്കാത്തതിൻ്റെ പേരിൽ എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് അദ്ദേഹം അയച്ചു തന്നതാണ്. അപ്പോൾ MK ഹരിദാസിൻ്റെ 3.5 ലക്ഷം രൂപയുടെ വാല്യൂ ഇല്ല ഈ 1.72 കോടി രൂപയ്ക്ക്. ഒരു പെനാൽറ്റി പോലും അടിച്ചതായിട്ട് ഒരു വിവരവും ഞങ്ങൾക്കൊന്നും പുറത്തേക്ക് കിട്ടുന്നില്ലല്ലോ. അപ്പോൾ എന്താണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണം? ഇനി ഈ അടിസ്ഥാനപരമായ കാരണം ചോദിക്കുമ്പോൾ ഈ ലാവ്ലിൻ കേസ് 39 പ്രാവശ്യം നീട്ടിവെച്ചതിനെ ഒരു അന്തർധാര ഉള്ളത് കൊണ്ടാണ് എന്ന് ജനങ്ങൾ പറയുന്നതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കാൻ പറ്റുക? അതിന് താങ്കൾ ശ്രീ ഷാജഹാനോട് സംസാരിച്ച പോലെ എന്നോട് സംസാരിക്കുന്നത് വളരെ ശാന്തമായിട്ടാണ് ചോദിക്കുന്നത്. കാരണം ആ ചാറ്റ് റൂമിൽ വന്നിട്ട് ചോദിച്ച ജനങ്ങളുടെ അതേ ചോദ്യം ഈ ചർച്ചയിൽ ഞാൻ ചോദിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ നിഷ്പക്ഷത ബോധ്യപ്പെടുത്താൻ എനിക്കാവില്ല. ആ നിഷ്പക്ഷത കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, 39 തവണയായി സാർ ഈ ലാവ്ലിൻ കേസ് നീട്ടിവെക്കപ്പെടുന്നു. അപ്പോൾ എന്താണ് സാർ ഇതിന് അടിസ്ഥാനപരമായ കാരണമുള്ളത്? അപ്പം അനിൽ നമ്പ്യാർ, നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ഇത്രയെങ്കിലും ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ചോദിക്കണമെന്ന് എൻ്റെ മൊബൈലിലും വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ കാര്യം ചോദിച്ചത്. ഇത് എൻ്റെ വിഷയമല്ല, പക്ഷെ അദ്ദേഹത്തിനോട് അതിന് മറുപടി പറയാൻ വേണ്ടി അദ്ദേഹം ബാധ്യസ്ഥനാണ്. കാരണം ED ഈ കരുവന്നൂർ കേസിലായാലും ഈ പിണറായി വിജയൻ്റെ ഈ സ്വർണ്ണക്കടത്ത് കേസിലായാലും ഡോളർ കടത്ത് കേസിലായാലും ഖുറാൻ കേസിലായാലും ഈത്തപ്പഴ കേസിലായാലും 1.72 കോടി രൂപയുടെ കേസിലായാലും ഇടപെട്ടിട്ട് എന്ത് പരിണിത ഫലമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്? ഇതാ ഈ ചോദ്യം ചെയ്യലും ഇതൊക്കെയായിട്ട് ബാസുരാങ്കൻ ജയിലിലാണ്. പക്ഷെ ബാസുരാങ്കൻ ഒരു വലിയ സ്രാവാണ്, തരക്കേടില്ലാത്തൊരു സ്രാവാണ്. ഇവിടെ ആരാ ഇപ്പൊ അനിൽ നമ്പ്യാർ പറഞ്ഞ മാതിരി തന്നെ തികച്ചും ഒരു നത്തോലി അകത്തായിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ കരുവന്നൂർ കേസിന്റെ മറ്റ് ജനങ്ങളുടെ വലിയൊരു വേദന താങ്കൾ മനസ്സിലാക്കുക.
92 കോടി രൂപ വെട്ടിപ്പിൽ തുടങ്ങിയ ഒരു സംഗതി ഇപ്പോൾ 350 കോടി രൂപയിൽ എത്തി നിൽക്കുന്നു. എന്താണ് സാർ അവിടുന്ന് കൃത്യമായി പോയിട്ടുള്ള പൈസയുടെ കണക്ക്? ഇപ്പോൾ രേഖകളൊക്കെ ഇരിക്കുന്നത് ഇഡിയുടെ കയ്യിലാണ്. ഇഡി എന്തുകൊണ്ട്, ഞാൻ വിവരാവകാശ നിയമപ്രകാരം എഴുതി ചോദിച്ചപ്പോഴും ഈ കാര്യത്തിന് മറുപടി നൽകേണ്ട ബാധ്യത ഇഡിക്ക് ഇല്ല എന്ന് പറഞ്ഞ് മറുപടി തരികയാണ് ചെയ്തത്. സാർ, കരുവന്നൂർ ബാങ്കിൽ നിന്നും കുറെ കുബുദ്ധികൾ ചേർന്ന്, കുറെ CPM കുബുദ്ധികൾ ചേർന്ന് കൊള്ളയടിച്ച തുകയുടെ കണക്ക് എന്താണ് സാർ? ആ കണക്ക് പോലും ഇത്രയും കാലം അന്വേഷിച്ചിട്ട് താങ്കൾ പറഞ്ഞു ഇഡി വന്നതിന് ശേഷമാണ് ഇത്രയും കാര്യങ്ങൾ പുറത്തേക്ക് വന്നത്. പക്ഷെ അവിടുത്തെ നിക്ഷേപകരായ ജനങ്ങൾ ചോദിക്കുന്നത്, ആ പരിസരത്തുള്ളവർ ചോദിക്കുന്നത്, ഇരിങ്ങാലക്കുടയിലും കരുവന്നൂരും തൃശ്ശൂർ ജില്ലയിലുള്ളവരും ചോദിക്കുന്നത്, ഇഡി വന്നിട്ട് ഇത്ര കാലമായിട്ട് അവിടുന്ന് കൊള്ളയടിച്ച തുകയുടെ കണക്ക് പോലും പുറത്തു വരാനാവാത്ത വിധം അന്വേഷണം ഇഴഞ്ഞു മുൻപോട്ട് പോകുന്ന ഒരു സാഹചര്യം ഞങ്ങൾക്ക് സഹിക്കില്ല സാർ. 1 കോടി രൂപ ഇലക്ഷൻ ഒരാഴ്ച മുമ്പ് തൃശ്ശൂർ CPM ജില്ലാ സെക്രട്ടറി ബാങ്കിൽ നിന്നും വിഡ്രോ ചെയ്തു. MK ഹരിദാസൻ അത്തരത്തിൽ 1 കോടി രൂപ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സാർ സംഭവം? 1 കോടി രൂപ വിഡ്രോ ചെയ്താൽ, പരിധിക്കപ്പുറം ബാങ്കിൽ നിന്നും വിഡ്രോ ചെയ്താൽ അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയി ബാങ്കുകാരെ വന്നു, ഇവിടുന്ന് വർഗീസിനെ പൊക്കി കാര്യങ്ങളൊക്കെയായി കഴിഞ്ഞു. ആ പ്രശ്നം അവിടെ കൊണ്ട് തിരിച്ചടയ്ക്കാൻ വന്നപ്പോൾ അത് സീസ് ചെയ്തതിനപ്പുറം എന്താണ് സാർ 1 കോടി രൂപ എവിടെ നിന്ന് CPM ഇത്തരത്തിൽ 1 കോടി രൂപ ക്യാഷ് പിൻവലിക്കത്തക്ക തോതിൽ ഈ ബാങ്കിൽ വന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ അറിയാൻ ജനങ്ങൾക്കുണ്ട്. അപ്പൊ ചോദ്യങ്ങൾ ഒരുപാട് ബാക്കിയാക്കിക്കൊണ്ടാണ് ഇഡിയുടെ കേരളത്തിലെ പ്രകടനം നടക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ശ്രീ ഷാജഹാൻ ഉന്നയിച്ചൊരു ചോദ്യമായി മാത്രം അതിനെ കാണരുത്. ഒരുപാട് ജനങ്ങൾക്ക്, ആ ഒരുപാട് ജനങ്ങളിലെ BJPക്കാരും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ശ്രീ അനിൽ നമ്പ്യാർ, ഒരു തിരുത്തപ്പെടലും ഉണ്ടാവില്ല. തിരുത്തപ്പെടുമെങ്കിൽ 2021 തിരഞ്ഞെടുപ്പിൽ 91 സീറ്റിൽ നിന്നും 99 സീറ്റ് കൊടുത്ത് ജയിപ്പിച്ച ഒരു പാർട്ടി കേരളം, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഒരുപാട് പാവങ്ങൾക്ക് തണലേകുമെന്ന് വിശ്വസിക്കുന്ന ഒരു പാർട്ടി ഇത്തരത്തിലൊരു ഭരണം കേരളത്തിൽ കാഴ്ചവെക്കില്ല. അപ്പൊ തിരുത്തപ്പെടാനുണ്ടെങ്കിൽ കഴിഞ്ഞ 3 വർഷവും 4 മാസം കൊണ്ട് ഒരുപാട് തിരുത്തപ്പെടാനുണ്ടായിരുന്നു. അത്തരത്തിലൊന്നും തിരുത്തപ്പെടാത്ത ഈ പാർട്ടി ഇനി ഈ 19 സീറ്റ് UDFും 1 സീറ്റ് BJPയും നേടിയതിന്റെ പേരിൽ ഒരു തിരുത്തപ്പെടൽ ഉണ്ടാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എനിക്ക് ഒറ്റ ചോദ്യം അറിഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കുകയാണ്. പൂച്ചയ്ക്ക് ആരാണ് അനിൽ നമ്പ്യാർ മണി കെട്ടുക? പൂച്ചയ്ക്ക് മണി കെട്ടാൻ ഒരാൾ തയ്യാറാവാത്തടത്തോളം കാലം ഇതിൽ ഒരു തിരുത്തലും ഉണ്ടാകുമെന്ന് ഒരു പ്രതീക്ഷയും എനിക്കില്ല. യെസ്.